വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: യേശു തന്റെ ആടുകൾ നിത്യത ജീവൻ പ്രാപിക്കുമെന്ന് പറഞ്ഞത് എപ്പോഴാണ്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവന്റെ സ്വരം കേൾക്കുന്ന ആടുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 2: യേശു ഏത് രീതിയിൽ ദൈവരാജ്യം കാണാൻ കഴിയും എന്ന് പറഞ്ഞു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വീണ്ടും ജനിച്ചാൽ. ക്വസ്റ്റ്യൻ നമ്പർ 3: യേശു പറയുന്ന ഭൗമിക കാര്യങ്ങൾ എന്നും സ്വർഗീയ കാര്യങ്ങൾ എന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമയപരിമിതിയും നിത്യവും. ക്വസ്റ്റ്യൻ നമ്പർ 4: ഫിലിപ്പോസ് എത്ര ധനാറിന് അപ്പം തികയില്ലെന്ന് പറഞ്ഞു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 200. ക്വസ്റ്റ്യൻ നമ്പർ 5: ജ്ഞാനമേറുമ്പോൾ എന്താണ് ഏറുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദുഃഖം. ക്വസ്റ്റ്യൻ നമ്പർ 6: യേശുവിനെ യൂദയായിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് ആര്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സഹോദരന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 7: നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്നെഴുതിയിരിക്കുന്നത് എവിടെ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിയമത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 8: സീലോഹ എന്ന കുളം എന്നർത്ഥം എന്ത്? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അയച്ചു കൊടുത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 9: യേശുവിനെ കുറിച്ച് വീണ്ടും കേൾക്കാൻ യഹൂദർ ആഗ്രഹിച്ചത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശിഷ്യത്വം. ക്വസ്റ്റ്യൻ നമ്പർ 10: എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എന്റെ അധരം ഡാഷ് പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശത്രുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 11: യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല,
നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഡാഷ്. ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1. ക്വസ്റ്റ്യൻ നമ്പർ 12. ഫരിസേയർ നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ വചനം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 8-ാം അധ്യായം 13-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 13. ഞാനാണ് ജീവന്റെ അപ്പം എന്ന വാക്ക് യേശു പറഞ്ഞത് എവിടെ? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സിനഗോഗ്. ക്വസ്റ്റ്യൻ നമ്പർ 14. വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ഡാഷ് ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇടയൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. വാതിലിലൂടെ തൊഴുത്തിൽ പ്രവേശിക്കുന്നവൻ ആരാണ്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇടയൻ. ക്വസ്റ്റ്യൻ നമ്പർ 16. യൂദയായിലുള്ള ക്രിസ്തുവിന്റെ സഭകൾ അപ്പോഴും എന്നെ നേരിട്ട് അറിഞ്ഞിരുന്നില്ല. ഗലാത്യ 1-ാം അധ്യായത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 17. യേശു മാറ്റപ്പെടേണ്ട സമയം എവിടെയാണ് പ്രഖ്യാപിച്ചത്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കൂട്ടത്തിനു മുൻപിൽ. ക്വസ്റ്റ്യൻ നമ്പർ 18. യുദ്ധകളത്തിൽ വെച്ച് തന്നെ 4000-ഓളം ആളുകളെ ആര് വധിച്ചു? 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഫിലിസ്തീയർ. ക്വസ്റ്റ്യൻ നമ്പർ 19. മുമ്പ് അന്ധനായിരുന്നവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്ത്? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്രവാചകൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. സ്ത്രീയെ അവർക്ക് നടുവിൽ എവിടെയാണ് നിർത്തിയത്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദേവാലയത്തിന്റെ നടുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 21. യേശു പറഞ്ഞത് നീതിയായി ഡാഷ് ചെയ്യുവിൻ. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 22. യേശുവിന്റെ ശിഷ്യർ യേശുവിനോട് ഭക്ഷണം കഴിച്ചാലും എന്ന് പറഞ്ഞത് എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കിണറിനരികിൽ. ക്വസ്റ്റ്യൻ നമ്പർ 23. ആരുടെ പേടകം 7 മാസം ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നു? 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 24. യേശുവിനെ കണ്ടാൽ എവനെ കാണുന്നത് പോലെ ആണെന്ന് യേശു പറഞ്ഞു. വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 25.
ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടുന്നത് എവിടെയാണ്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ലോകത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 26. അവനോടൊത്ത് 15 ദിവസം താമസിക്കുകയും ചെയ്തു. പൗലോസ് ആരെ കുറിച്ചാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കേപ്പ. ക്വസ്റ്റ്യൻ നമ്പർ 27. എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 28. അവളാണ് നമ്മുടെ അമ്മ, ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്വർഗീയ ജെറുസലേം. ക്വസ്റ്റ്യൻ നമ്പർ 29. ശിഷ്യന്മാർ മിച്ചം ശേഖരിച്ചത് എപ്പോഴാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവർ തൃപ്തരായ ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 30. ബേത്സൈദ എന്ന വാക്ക് ഏത് ഭാഷയിലാണ്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹെബ്രായ. ക്വസ്റ്റ്യൻ നമ്പർ 31. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനല്ലെന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിക്ഷിക്കാനല്ല. ക്വസ്റ്റ്യൻ നമ്പർ 32. പലരും യേശുവിൽ വിശ്വസിച്ചത് എന്തിന്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അദ്ദേഹം സംസാരിച്ച വചനങ്ങൾ ഉറപ്പും സത്യവുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 33. കൊയ്യുന്നവന് ലഭിക്കുന്നത് എന്താണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൂലി. ക്വസ്റ്റ്യൻ നമ്പർ 34. ആദ്യം സ്ഥലം വിട്ടവർ ആരായിരുന്നു? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മുതിർന്നവർ. ക്വസ്റ്റ്യൻ നമ്പർ 35. മറിയത്തെ പിന്തുടർന്ന യഹൂദർ അവൾ എവിടെ പോകുമെന്ന് കരുതിയത് ആര്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശവകുടീരത്തിങ്കൽ. ക്വസ്റ്റ്യൻ നമ്പർ 36. നഥാനയേൽ യേശുവിനെ എന്ത് പേരിൽ വിളിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, റബ്ബി, ദൈവപുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 37. വിധി ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുത്രന്. ക്വസ്റ്റ്യൻ നമ്പർ 38. നീ ആരാണ് എന്ന് ചോദിച്ചതാര്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 39. വളരെ പേർ യേശുവിൽ വിശ്വസിച്ചത് ഏത് വാക്ക് പറഞ്ഞതിന് ശേഷമാണ്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഞാനൊന്നും സ്വമേധയാ ചെയ്യുന്നതല്ല. ക്വസ്റ്റ്യൻ നമ്പർ 40. ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം
ഓപ്ഷൻ ബി ആമേൻ. ക്വസ്റ്റ്യൻ നമ്പർ 41. യേശു വെള്ളം വീഞ്ഞാക്കിയത് എവിടെയാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കാനായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 42. ജനങ്ങളുടെ കണ്ണുകൾ അന്ധമാക്കിയതും ഹൃദയം കഠിനമാക്കിയതും ആര്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി യഹോവ. ക്വസ്റ്റ്യൻ നമ്പർ 43. യേശു പരിചാരകരോട് എന്താണ് 2-ാം തവണ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുപോകുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. യേശു പറഞ്ഞ യഥാർത്ഥ അപ്പം എവിടെ നിന്നാണ് വരുന്നത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സ്വർഗത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 45. യേശു പത്രോസിനെ എവിടെയാണ് കണ്ടത്? യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അന്ത്രയോസ് കൊണ്ടുവന്നു. ക്വസ്റ്റ്യൻ നമ്പർ 46. യേശു ആരോടാണ് ചോദിച്ചത്? ഇവർക്ക് അപ്പം എവിടെ നിന്ന് വാങ്ങാം? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പീലിപ്പോസ്. ക്വസ്റ്റ്യൻ നമ്പർ 47. മറിയം യേശുവിന്റെ പാദങ്ങൾ നാർദിൻ തൈലം പുരട്ടിയത് എപ്പോൾ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അത്താഴ സമയത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 48. ദൈവത്തിന്റെ പേടകം അവർ ഡാഷ്. എന്നാൽ പേടകം എക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ എക്രോണിലേക്ക് അയച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 49. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ ആര് പുറന്തള്ളപ്പെടും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അധികാരി. ക്വസ്റ്റ്യൻ നമ്പർ 50. അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. ഡാഷ് വഴിയിലെത്തി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യൂദായിലേക്കുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 51. എവിടെ വെച്ച് തന്നെ 4000-ഓളം ആളുകളെ ഫിലിസ്ത്യർ വധിച്ചു? 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ യുദ്ധക്കളത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 51. മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കണം എന്ന് യേശു പറഞ്ഞത് എവിടെ? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കവർനാമിലെ സിനഗോഗിൽ. ക്വസ്റ്റ്യൻ നമ്പർ 53. ആടുകൾ ഇടയനെ അനുഗമിക്കുന്നതിന്റെ കാരണം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അവന്റെ സ്വരം തിരിച്ചറിയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 54. മനസ്സിൽ ജീവിതകാലം മുഴുവൻ എന്തൊക്കെ ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി യാതൊന്നുമില്ല എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആനന്ദിക്കുകയും ആസ്വദിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 55. മിഥ്യകളിൽ മിഥ്യ, സകലവും മിഥ്യ എന്ന് ആരാണ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സഭാപ്രസംഗകൻ. ക്വസ്റ്റ്യൻ നമ്പർ 56.
എപ്പോൾ യോഹന്നാൻ പറഞ്ഞു, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവന്റെ സന്തോഷം പൂർണ്ണമായപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 57. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് പൂർത്തിയാക്കുന്നത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തുവിന്റെ നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 58. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹാത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആരെ ഉദ്ദേശിച്ചാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്രിസ്തുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 59. പീലിപ്പോസിന്റെ ജന്മസ്ഥലമായ പട്ടണത്തിന്റെ പേര് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബെത്സൈദ. ക്വസ്റ്റ്യൻ നമ്പർ 60. അവനെ കൂടാതെ ഉണ്ടായിട്ടില്ലാത്തത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒന്നും. ക്വസ്റ്റ്യൻ നമ്പർ 61. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ ആദരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ഡാഷ്. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആനന്ദിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 62. ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാൾ നടന്നത് എപ്പോഴായിരുന്നു? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശീതകാലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 63. നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ലത് തന്നെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗലാത്യ 4-ാം അധ്യായം 18-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 64. യേശു ശവകുടീരത്തിന് മുമ്പിൽ നിന്ന് പറഞ്ഞ വാക്ക് ഏത്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവേ. ക്വസ്റ്റ്യൻ നമ്പർ 65. യേശുവിന്റെ വാക്കുകൾ ശിഷ്യർ എപ്പോഴാണ് ഓർമ്മിച്ചത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 66. പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നു. ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു. ഡാഷ് മാത്രം അവശേഷിച്ചിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഉടൽ. ക്വസ്റ്റ്യൻ നമ്പർ 67. 6 ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹന്ന. ക്വസ്റ്റ്യൻ നമ്പർ 68. അധ്വാനിക്കുന്നവൻ സുഗന്ധദ്ര ലഭിക്കുന്നു, എന്നാൽ അമിത സമ്പാദ്യം ധനികന്റെ എന്ത് കെടുത്തുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഉറക്കം. ക്വസ്റ്റ്യൻ നമ്പർ 69. എന്തുകൊണ്ടാണ് യേശുവിന് വിധിക്കാനുള്ള അധികാരം നൽകപ്പെട്ടത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മനുഷ്യപുത്രൻ ആയതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 70. അവർ യേശുവിനെ കൊലപ്പെടുത്താൻ ആഗ്രഹിച്ചതിന്റെ കാരണം എന്താണ്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അദ്ദേഹം ദൈവത്തെ
പിതാവെന്ന് വിളിച്ചതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 71. മർത്ത യേശുവിനെ ആരായി വിശ്വസിച്ചു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവപുത്രൻ ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 72. കർത്താവിന്റെ സഹോദരനായ ആരെ അല്ലാതെ അപ്പസ്തോലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. ഗലാത്യ 1-ാം അധ്യായത്തിൽ ശ്ലീഹ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യാക്കോബിനെ. ക്വസ്റ്റ്യൻ നമ്പർ 73. യേശുവിന്റെ ശിഷ്യന്മാർ തിരിച്ചെത്തിയത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 74. യഹൂദർ വധിക്കാൻ ആഗ്രഹിച്ചതിനാൽ യേശു എവിടെയിലേക്ക് പോകാൻ ഇഷ്ടപ്പെട്ടില്ല? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യൂദയ. ക്വസ്റ്റ്യൻ നമ്പർ 75. എന്താണ് ഗലീലായിലെ കാനായിൽ 3-ാം ദിവസം നടന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിവാഹ വിരുന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 76. ദൈവത്തെ വെളിപ്പെടുത്തിയത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പിതാവുമായി ഗാഢബന്ധമുള്ള ഏകജാതൻ. ക്വസ്റ്റ്യൻ നമ്പർ 77. എൽക്കാന ആരെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹന്നായെ. ക്വസ്റ്റ്യൻ നമ്പർ 78. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും എന്തിനു വിധേയരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശാബത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 79. അന്ധകാരത്തിലേക്ക് പോകുന്നവൻ മുൻപ് പറയപ്പെട്ടവനെ പോലെയല്ല, അവന് എന്ത് ലഭിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്വസ്ഥത. ക്വസ്റ്റ്യൻ നമ്പർ 80. യേശു എന്തിനെ കണ്ട് അതിന് പുറത്ത് കയറിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കഴുതക്കുട്ടിയെ. ക്വസ്റ്റ്യൻ നമ്പർ 81. യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ല എന്ന വാക്കുകൾ ആരുടെ വാക്കുകളാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സമരിയാക്കാരി. ക്വസ്റ്റ്യൻ നമ്പർ 82. അന്ധനെ അവർ അവസാനം എവിടെ നിന്ന് പുറത്താക്കി? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സിനഗോഗ്. ക്വസ്റ്റ്യൻ നമ്പർ 83. എന്നോട് കൂടെയുള്ള എല്ലാ സഹോദരരും ഏതൊക്കെ സഭകൾക്കാണ് എഴുതുന്നത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗലാത്യയിലെ. ക്വസ്റ്റ്യൻ നമ്പർ 84. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? എന്ത്, ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗലാത്യ 4-ാം അധ്യായം 9-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 85. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നാരാണ് ചോദിച്ചത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 86. ആടുകൾ ഇടയന്റെ സ്വരം കേൾക്കുന്നത് എന്തിന്റെ ചിഹ്നമാണ്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അനുസരണം.
ക്വസ്റ്റ്യൻ നമ്പർ 87. ഫിലിസ്ത്യർ ഇസ്രായേല്യരുടെ ദൈവത്തിനെ എന്താണ് പ്രകീർത്തിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മഹിമേൽ. ക്വസ്റ്റ്യൻ നമ്പർ 88. നാർദിൻ സുഗന്ധതൈലം എടുത്തത് ആര്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മറിയം. ക്വസ്റ്റ്യൻ നമ്പർ 89. മോശ നിയമം സ്ത്രീയെ എന്ത് ചെയ്യണമെന്ന് കൽപ്പിക്കുന്നു? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കല്ലെറിയണം. ക്വസ്റ്റ്യൻ നമ്പർ 90. വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 91. യേശു പ്രകാശമുള്ളപ്പോൾ നടക്കുക എന്ന് പറഞ്ഞത് എവിടെ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സംസാരിച്ചിടത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 92. സൂര്യന് കീഴെ പുതുതായി ഒന്നുമില്ല എന്ന് പറയുന്നത് എവിടെ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സഭാപ്രസംഗകൻ 1-ാം അധ്യായം 9-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 93. അന്ത്രയോസ് പറഞ്ഞ കുട്ടിക്ക് എത്ര അപ്പമുണ്ടായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 5. ക്വസ്റ്റ്യൻ നമ്പർ 94. യേശു ശിഷ്യരോട് പറഞ്ഞു, മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. ശിഷ്യർ എത്ര കുട്ടകൾ ശേഖരിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 12. ക്വസ്റ്റ്യൻ നമ്പർ 95. തന്റെ ദാസ് സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവനെ. ക്വസ്റ്റ്യൻ നമ്പർ 96. സഹോദരിമാർ യേശുവിനോട് എന്തറിയിക്കാൻ ആളയച്ചു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലാസർ രോഗിയാണെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 97. തന്റെ ജീവനെ ഡാഷ് അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്നേഹിക്കുന്നവൻ. ക്വസ്റ്റ്യൻ നമ്പർ 98. കർത്താവിന്റെ ഭുജം വെളിപ്പെട്ടത് എവിടെ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശുവിന്റെ പ്രവർത്തനങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 99. യേശുവിൽ പലരും വിശ്വസിച്ചത് എവിടെയാണ്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആ സ്നാന സ്ഥലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 100. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബേത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ എത്ര പേരുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറി പാർത്തു. ആരെക്കുറിച്ചാണ് റൂത്ത് 1-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 20. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും
ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.